തീർച്ചയായും ജിൽസി, ഇന്നത്തെ വാർത്താ പകലിനെ ഏറ്റവും സജീവമാക്കാൻ പോകുന്നത് ആശാപ്രവർത്തകരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധമാണ്. ഇന്ന് 36-ാം ദിവസമാണ് ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരം. തുച്ഛമായ പ്രതിദിനം 234 രൂപ മാത്രം പ്രതിദിന വേതനം ലഭിക്കുന്ന ഈ ആശാപ്രവർത്തകർ തങ്ങളുടെ വേതനം വർദ്ധിക്കണമെന്നും തൊഴിൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം തുടങ്ങി. ഒരു മാസത്തിലധികം പിന്നിട്ടിട്ടും ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരം ഉണ്ടാക്കാൻ സർക്കാരുകൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഈ ഘട്ടത്തിലാണ് നിയമലംഘന സമര പരിപാടികളിലേക്ക് മാറുവാൻ സമരസമിതി നിർബന്ധിതരാകുന്നതും ഇന്ന് വിപുലമായ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതും. ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ 4 ഗേറ്റുകൾ ഉപരോധിച്ചുകൊണ്ടുള്ള വിപുലമായ സമര പരിപാടികളാണ് ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതേസമയം പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. തലസ്ഥാനത്തൊട്ടാകെ വിപുലമായ പോലീസ് വിന്യാസമാണ് നടത്തിയിട്ടുള്ളത്. ഓരോ ഗേറ്റുകളിലും പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളും ബാരിക്കേഡുകളുമൊക്കെ ഈ പുലർച്ചെ തന്നെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതൊന്നും ബാധകമല്ല, ഞങ്ങളുടെ സമരവുമായി മുന്നോട്ട് പോകും, രാവിലെ 9 മണി തൊട്ട് ഉപരോധം ആരംഭിക്കും എന്ന നിലപാട് തന്നെയാണ് ആശാപ്രവർത്തകർ നടത്തുന്നത്. മറ്റ് വാർത്തകളെ കുറിച്ച് പറയുമ്പോൾ, തിരുവനന്തപുരത്ത് നിയമസഭ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചേരുകയാണെന്ന് പ്രധാനപ്പെട്ട പല വിഷയങ്ങളും നിയമസഭ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയേണ്ട പല ചോദ്യങ്ങളും ഇന്ന് നിയമസഭയിൽ ഉയരും. അതിൽ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ളതുകൊണ്ട് റാഗിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കൂടാതെ പാതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഇന്ന് നിയമസഭയിൽ ഉയരും. കൂടാതെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാനും കൂടിയാണ് പ്രതിപക്ഷം ഇന്ന് ആലോചിക്കുന്നത്. KPCCയിൽ നിന്ന് ഇന്ന് KPCC നേതൃയോഗം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി മുന്നിൽ കണ്ടുകൊണ്ട് അതിനുള്ള ഒരുക്കങ്ങൾ ആസൂത്രണം ചെയ്യുക എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ട് KPCC നേതൃയോഗം ഇന്ന് KPCC ആസ്ഥാനത്ത് ഇന്ദിരാഭവനിൽ ചേരും. അത് KPCC ഭാരവാഹികൾ കൂടാതെ DCC പ്രസിഡന്റുമാർ, മുൻ KPCC പ്രസിഡന്റുമാരടക്കം ഇതിൽ പങ്കെടുക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം KPCC ഭാരവാഹികൾക്കുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പരിശീലന പരിപാടി കൂടി KPCC സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ ഇന്ന് പ്രതി അഫാനെ നെടുമങ്ങാട് കോടതിയിൽ വീണ്ടും ഹാജരാക്കും. വെഞ്ഞാറമൂട് പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്ന് ആ കസ്റ്റഡി അപേക്ഷ കോടതി സമർപ്പിക്കും. ഇന്ന് തന്നെ വെഞ്ഞാറമൂട് പോലീസിന് കസ്റ്റഡിയിൽ അഫാന് വിട്ടു നൽകും. 3 ദിവസത്തേക്കായിരിക്കും വിട്ടു നൽകുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 2 കേസുകളിൽ 3 ദിവസത്തേക്കായിരുന്നു തെളിവെടുപ്പിനായി കോടതി അഫാന് വിട്ടു നൽകിയത്. വെഞ്ഞാറമൂട് പോലീസും ഈ തെളിവെടുപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത്, പ്രത്യേകിച്ച് ഈ സംഭവം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് അഥവാ അനുജൻ അഫ്സാനെയും സുഹൃത്ത് ഫർസാനെയും മാതാവ് ഷെമിയെയും ഒക്കെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത് ഈ സംഭവങ്ങളിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ്. ഈ കൂട്ടക്കൊലയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ് വെഞ്ഞാറമൂട് പോലീസ് അന്വേഷിക്കുന്നത്. അതിലെ തെളിവെടുപ്പായിരിക്കും ഇത്തവണ വെഞ്ഞാറമൂട് പോലീസ് നടത്താനായി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ന് കോടതിയിൽ അഫാനെ എത്തിക്കും, കസ്റ്റഡിയിൽ വിട്ടു നൽകുമെന്നാണ് നമ്മൾ കരുതുന്നത്.